നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫുട്ബോളിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പൊ ന്യൂ ഇയർ ആകാൻ ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഫാമിലി ഗ്രോ ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത വർഷം കൂടുതൽ മെച്ചപ്പെട്ട കോണ്ടന്റുമായിട്ട് ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ കമന്റ്സും ഞാൻ കാണാറുണ്ട്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം കോണ്ടന്റ് കൊളാബറേഷന് വേണ്ടി പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ചാനലിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിക്കുന്നുണ്ട്. എന്തായാലും പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് വിഷൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പീക്ക് ഹോളിഡേ സീസൺ ആണ് വരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും എന്നറിയാം. എന്തായാലും എല്ലാ കമന്റ്സിനും വിഷിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇപ്പൊ നാട്ടിലൊക്കെ പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ള എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെ ആശംസിക്കുന്നു. നിങ്ങൾ ഫാമിലിയൊക്കെ ആയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരിക. അപ്പോ നമ്മളെ ഇഷ്ടപ്പെട്ട ക്ലബിന്റെ നല്ലത് വരാൻ വേണ്ടി ഒരു വിഷ് ചെയ്യുന്ന സമയമാണ്. കാരണം ജനുവരി വിൻഡോ ഓപ്പൺ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമ്മുടെയൊക്കെ ക്ലബുകളിലേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് നല്ല മൂവീസ് ഈ സമയത്ത് റിലീസായിട്ടുണ്ട്. ഞാൻ ഇന്നലെ റൈഫിൾ ക്ലബ് എന്ന മൂവി കണ്ടിരുന്നു. കഥയും പ്ലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. പക്ഷേ ആഷിഖ് അബു വളരെ നന്നായിട്ട് തന്നെ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെയാണ് DOP. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവിയാണ്. ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. വയലൻസിന്റെ അച്ഛനാണെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഈ ഒരു ലൊക്കേഷനിൽ മാർക്കോ ഇതുവരെ എത്തിയിട്ടില്ല. മാർക്കോക്കായി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ലാലേട്ടന്റെ ബറോസ് നാളെ തിയേറ്ററിൽ എത്തുകയാണ്. പ്രിവ്യൂ ഷോയുടെ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു മൂവിയാണ്. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോഴും VFXും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് മൂവി. അതുകൂടാതെ തമിഴിൽ വിജയ് സേതുപതി അണ്ണന്റെ ഒരു മൂവി റിലീസായിട്ടുണ്ട്. നമ്മളെ വെട്രിമാരൻ ഡയറക്ട് ചെയ്യുന്ന വിടുതലെ 2. അപ്പോൾ വിടുതലെ 1 നമ്മളെ സൂറി പൊളിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. ഈ മൂവിയും കുഴപ്പമില്ലാത്ത റിവ്യൂ ഒക്കെയാണ് കേൾക്കുന്നത്. കാരണം വെട്രിമാൻ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സറ്റയർ അടങ്ങുന്ന കഥയാണ് പറയാറുള്ളത്. അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടോ? ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണോ? ഹോളിഡേ സീസൺ ആയതുകൊണ്ട് തന്നെ വർക്കൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കുന്നു വിചാരിക്കുന്നു. എക്സെപ്റ്റ് റീറ്റെയിൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ഹോളിഡേ സീസൺ ആയിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങളൊക്കെ പൊളിക്കുക. നിങ്ങളുടെ പ്ലാൻ കമന്റിൽ അറിയിക്കുക. ഏതൊക്കെ മൂവി കണ്ടെന്നുള്ള കാര്യം അറിയിക്കുക. നമുക്ക് അതിനെക്കുറിച്ച് ഒരു സ്മോൾ ഡിസ്കഷൻ നടത്തി കളയാം. എനിക്ക് തോന്നുന്നു മാർക്കോ കത്തിക്കയറുന്നുണ്ട്. തൊട്ടുപുറകിലായിട്ട് വിടുതലയുണ്ട്. എനിക്ക് തോന്നുന്നു റൈഫിൾ ക്ലബിനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ കേൾക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ആ പ്ലോട്ട് ഒരു നോർമൽ പ്ലോട്ടാണ്. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you so much for watching this video. Merry Christmas and Happy New Year once again.